ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. 2 പാരഗ്രാഫാണ് ഉള്ളത്. ആദ്യത്തെ പാരഗ്രാഫ്. ഓക്കെ. കൺസിഡർ an obtuse angled triangle ABC in which the difference between the largest and the smallest angle is pi by 2 and whose sides are in arithmetic progression. Suppose the vertices of the triangle lie on a circle of radius 1. എന്നുവെച്ചാൽ ആ ട്രയാങ്കിളിൻ്റെ സർക്കംസർക്കിളിൻ്റെ റേഡിയസ് 1 ആണ് തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ഇതാണ് ഏറ്റവും, ഇത് എ ആണ്, ഇത് എ ആച്ചോളൂ. ദിസ് ഇസ് സ്മോളസ്റ്റ് ആംഗിൾ, ദിസ് ഇസ് ദ എ ബി സി എന്ന് വേണമെങ്കിൽ ആവാം. എ ബി സി. ദിസ് ഇസ് എ ബി സി. എ ബി സി എങ്ങനെ ആയിക്കോട്ടെ, ബി സി ആയിക്കോട്ടെ, ഇത് സി ആയിക്കോട്ടെ. അപ്പം consider the largest and the smallest angle. Largest and smallest angle. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ വെച്ചോളൂ, ആൽഫ. ഇതാണ് ലാർജസ്റ്റ് ആംഗിൾ, ബീറ്റ. അപ്പം ലാർജസ്റ്റ് ആംഗിളിൽ നിന്ന് സ്മോളസ്റ്റ് ആംഗിൾ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആംഗിളാണ് പൈ ബൈ 2 തന്നിട്ട് അല്ലേ. അപ്പോൾ ഇത് ബീറ്റ ആണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് പൈ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും അല്ലേ. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എന്താണ്? ബീറ്റയുടെ വാല്യൂ ആൽഫ പ്ലസ് പൈ ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ ഈ ബീറ്റയ്ക്ക് പകരം ആൽഫ പ്ലസ് പൈ ബൈ 2 കൊടുക്കാം. ഈ ബീറ്റയ്ക്ക് പകരം ആൽഫ പ്ലസ് പൈ ബൈ 2 കൊടുത്താൽ പൈ മൈനസ് ആൽഫ മൈനസ് ബീറ്റ, ബീറ്റയ്ക്ക് പകരം ആൽഫ പ്ലസ് പൈ ബൈ 2 കൊടുത്താൽ എന്താ കിട്ടുക? പൈ മൈനസ് പൈ ബൈ 2, ദാറ്റ് ഈസ് പൈ ബൈ 2 മൈനസ് 2 ആൽഫ വരും. അപ്പോൾ ഈ ആംഗിള് പൈ ബൈ 2 മൈനസ് 2 ആൽഫയാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ കളയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്ത്. അപ്പോൾ ആൽഫയാണ് സ്മോളസ്റ്റ് ആംഗിൾ, ബാക്കിയുള്ള ആംഗിൾസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ, ഇതാണ് ബിഗസ്റ്റ് ആംഗിൾ. അപ്പോൾ ഇത് സ്മോളസ്റ്റ് ആംഗിൾ, അപ്പോൾ ഇതാണ് സ്മോൾ എ വരിക, ഇതാണ് ബി വരിക, ഇതാണ് ഏറ്റവും വലിയ ആംഗിൾ. അപ്പോൾ ഇങ്ങനെയാണ്. സ്മോൾ എ വിൽ ബി സ്മോളർ ദാൻ ബി, the biggest side will be that side corresponding to the biggest angle, and the smallest side will be that side corresponding to the smallest angle. But the smallest angle the corresponding side A and always A less than B less than C ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എ ബി സി എ പി ആണ് തന്നിട്ടുണ്ട്, എ ബി സി എ പി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി സി എ പി ആണെങ്കിൽ എ പ്ലസ് ഡി, എ പ്ലസ് 2D ആണ് ആൾക്കാരെന്ന് വിചാരിക്കുക. കാരണം ബിക്ക് പകരം എ പ്ലസ് ഡി വിചാരിക്കുക, സിക്ക് പകരം എ പ്ലസ് 2D. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആംഗിൾ ഇൻകോപ്പറേറ്റ് ചെയ്തു, സൈഡ്സിൻ്റെ പരിപാടി ഇൻകോപ്പറേറ്റ് ചെയ്തു. ആകെ ഇതിൽ ഒറ്റ ഐഡിയ ഉള്ളൂ, സൈൻ റൂള് മാത്രമാണ്. അപ്പം എന്താ റൂള്? എ ബൈ സൈൻ എ is equal to b by sin b is equal to c by sin c is equal to 2r, where r is the radius of the circumcircle. It is given that the radius of the circumcircle is 1. ഇത് 1 ആണ് തന്നിട്ടുണ്ട് സർക്കംസർക്കിൾ. ഇപ്പൊ ഇതിന് വട്ടത്തിൽ ഒരു വട്ടം വെർട്ടിസസ് കൂടി ഒരു വട്ടം വരച്ച ആ സർക്കിളിന്റെ റേഡിയസ് 1 ആണ് തന്നിട്ടുണ്ട്. ഈ റേഡിയസ് 1 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ റേഡിയസ് 1 ആയതുകൊണ്ട് 2 എന്ന് എഴുതാം. ഇനി ബിക്ക് പകരം എന്ത് എഴുതാം? അപ്പോൾ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് എ. ഏതെങ്കിലും ഒരു ആംഗിൾ കണക്ക് ചെയ്യാം. ഇറ്റ് ഇസ് എ ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു, ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ഡി എന്ന് എഴുതാം അല്ലേ. എ പ്ലസ് ഡി ബൈ സൈൻ ബി. സൈൻ ബി പറയുന്നത് സൈൻ പൈ ബൈ 2 പ്ലസ് 2 ആൽഫയാണ്. സൈൻ ബി പറഞ്ഞാൽ സൈൻ പൈ ബൈ 2 മൈനസ് 2 ആൽഫയാണ്. വാട്ട് ഇസ് സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ? കോസ് തീറ്റയാണ്. ഇറ്റ് ഇസ് കോസ് 2 ആൽഫയാണ്. സി എന്താണ്? എ പ്ലസ് 2D ആണ്, ഡിവൈഡഡ് ബൈ സൈൻ സി. സൈൻ സി പറഞ്ഞാൽ സൈൻ പൈ പ്ലസ് പൈ ബൈ 2 ആണ്. സൈൻ പൈ പ്ലസ് പൈ ബൈ 2 എന്താ? കോസ് ആൽഫയാണ്.
alpha plus pi by 2 ആണ്. അപ്പോൾ pi by 2 plus alpha is sin pi by 2 plus alpha is cos alpha. ഇതിന്റെ വാല്യൂ 2 ആണ് അല്ലേ? അതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ കാണാൻ പറ്റുമോ നോക്കാം. കാരണം ചോദിച്ചത് എന്താ, ഏരിയ എ ആണെങ്കിൽ, അപ്പോൾ ഈ എയും ആ എയും കൂടി കൺഫ്യൂഷൻ ആവണ്ട. എ ഇസ് ഏരിയ. അപ്പോൾ നമുക്ക് എനെ നമുക്ക് ഡെൽറ്റ ആയിട്ട് വിചാരിക്കാം. ഈ എയും മറ്റേ കൺഫ്യൂഷൻ ആയി. വി കൻ ടേക്ക് എ ആസ് ഡെൽറ്റ. അപ്പോൾ ചോദിച്ച 64 ഡെൽറ്റ സ്ക്വയർ ആണ് ചോദിച്ചത്. കാരണം ആ എയും ഈ എയും കൂടി നമ്മൾ കൺഫ്യൂഷൻ ആവണ്ട. കാരണം ഓൾറെഡി എ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ എയും ഈ എയും കൂടി കൺഫ്യൂഷൻ ആവും. ഡെൽറ്റ ഇസ് ദ ഏരിയ. Now what is delta actually? ഡെൽറ്റയുടെ വാല്യൂ എന്താ? ഡെൽറ്റ ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഹാഫ് BC sin A ആണ്. അല്ലെങ്കിൽ ഹാഫ് AB sin C ആണ്. അല്ലെങ്കിൽ AC sin B ആണ്, എക്സെട്ര. അത് നമുക്ക് അറിയാം, ഡെൽറ്റയുടെ വാല്യൂ അതാണെന്ന് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇങ്ങനെ റിസൾട്ട് ഉണ്ടല്ലോ, A1/A2 ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. A1/A2 is equal to B1/B2 ആണെങ്കിൽ this can be equated to A1 minus B1 divided by A2 minus B2, and it also can be equated to A1 plus A2 divided by B1 plus B2. അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ ആ ഐഡിയ ഉപയോഗിച്ചാൽ, ഈ ഐഡിയ ഇവിടെ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടാം? ഇറ്റ് ഇസ് D divided by cos 2 alpha minus sin alpha വരില്ലേ? അതേപോലെ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താലോ എന്ത് കിട്ടും? If you subtract this, what do you get? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് എന്ത് കിട്ടും? 2D divided by cos alpha minus, അല്ല 2D ഇല്ല, അല്ല ഇതിൽ ഇത്. അപ്പോൾ this minus this ആകുമ്പോൾ 2D divided by cos alpha minus sin alpha അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ എന്താ കിട്ടുക? ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ ഡിയും ഡിയും വെട്ടിപ്പോവും. ഇഫ് യു ക്ലബ് ദീസ് ടു, വാട്ട് യു ഗെറ്റ് ട്വൈസ് ഓഫ് ഡി വെട്ടിപ്പോവും. ട്വൈസ് ഓഫ് cos 2 ആൽഫ മൈനസ് സൈൻ ആൽഫയുടെ വാല്യൂ എന്താണ്? cos ആൽഫ മൈനസ് സൈൻ ആൽഫയാണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ 2 cos 2 ആൽഫ is equal to cos ആൽഫ, ഇവിടെ -2 സൈൻ ആൽഫയാണ്, അങ്ങോട്ട് വരുമ്പോൾ +2 സൈൻ ആൽഫ ആവും. cos ആൽഫ പ്ലസ് സൈൻ ആൽഫ. ഈ cos 2 ആൽഫ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് cos സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫയാണ്. ഇറ്റ് ഇസ് cos ആൽഫ പ്ലസ് സൈൻ ആൽഫ. cos ആൽഫ മൈനസ് സൈൻ ആൽഫ, ഈ cos ആൽഫ പ്ലസ് സൈൻ ആൽഫ ഒരിക്കലും പൂജ്യമല്ല. കാരണം ആൽഫ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് പൂജ്യമല്ല, ഇക്യൂട്ട് ആംഗിൾ ആണ്. അപ്പോൾ cos ആൽഫ പ്ലസ് സൈൻ ആൽഫ ഒരിക്കലും പൂജ്യമല്ല. അപ്പോൾ cos ആൽഫ പ്ലസ് സൈൻ ആൽഫ വെട്ടിപ്പോയാൽ this is cos alpha a square minus b square, a plus b into a minus b ആണ്. But this can be written as twice of cos alpha minus sin alpha is equal to 1 വരും. cos alpha plus sin alpha വെട്ടിക്കളഞ്ഞു അല്ലേ? അപ്പോൾ cos alpha minus sin alpha is 1/2. cos alpha minus sin alpha is 1/2. അപ്പോൾ അത് സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ. ഐ തിങ്ക് സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? 1 minus 2 sin alpha cos alpha is equal to 1/4. കാരണം cos square alpha plus sin square alpha is 1 minus. അപ്പോൾ sin 2 alpha is equal to, what does that imply? sin 2 alpha is equal to എന്ത് വരും? 3/4. ഇതൊരു റിസൾട്ടാണ്. sin 2 ആൽഫയുടെ വാല്യൂ 3/4 ആണ്. അവിടെ വയ്ക്കുക, ഒന്നും ചെയ്യണ്ട. നമുക്ക് 64 BC sin ആൽഫയാണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ? ഡെൽറ്റയുടെ വാല്യൂ എന്താ? യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എസ്. ഡെൽറ്റയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ പറയാം, ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC സൈൻ എ ആണ്. എ പറഞ്ഞാൽ എന്താ? സൈൻ എ പറഞ്ഞാൽ ആൽഫയാണ്. ഇറ്റ് ഈസ് BC സൈൻ ആൽഫ. BC സൈൻ ആൽഫ അല്ലേ? BC പറഞ്ഞാൽ ബി എന്താ? നമുക്കൊരു കാര്യം ചെയ്യാം. ബി പറഞ്ഞാൽ എന്താ? 2R സൈൻ ബി ആണ്. 2 സൈൻ ബി ആണ് അല്ലേ? 2 സൈൻ ബി ആണ്.
അപ്പോൾ it is 2 sin b ആണ്. 2 sin b. b പറയുന്നത് എന്താ ആംഗിൾ? sin pi by 2 minus 2 alpha ആണ്. c എന്താ? 2 sin c ആണ്. 2 into sin c. Sin c is sin pi by 2 plus alpha into sin alpha. Why 2 വെട്ടിപ്പോവും. But the value will be, delta will be twice of, this is sin alpha cos alpha, this is sin alpha cos alpha into cos 2 alpha. Right? Sin pi by 2 minus 2 alpha is cos 2 alpha. But this is equal to twice sin 2 alpha into cos 2 alpha. Delta value sin 2 alpha cos 2 alpha. Sin 2 alpha value 3 by 4 ആണ്. cos 2 alpha എങ്ങനെയാണ്? ഇത് 3 sin 2 alpha അല്ലേ? അപ്പോൾ ഇത് 3 ഇത് 4 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 16 9 സബ്ട്രാക്ട് ചെയ്യാം. 16 9 സബ്ട്രാക്ട് ചെയ്താൽ 7. അപ്പോൾ this is root 7. അപ്പോൾ cos 2 alpha is root 7 by 4. അപ്പോൾ 16 ഡെൽറ്റ ആണ് 3 root 7. അപ്പോൾ എന്താ ചോദ്യം? 64 ഡെൽറ്റ സ്ക്വയർ ആണ്. What is 64 delta? Therefore 64 delta is 4 കൊണ്ട് multiply ചെയ്യാം. It is 12 root 7. What is 64 delta square? So therefore 64 delta square is എന്തായിരിക്കും? It is 12 square into 7. എത്ര? 12 square into 7 വരിക? 144 into 7. 144 into 7. 7 4 28 carry 2. 7 4 28 into 2 30 0 3. My answer is 1008. This is answer. Simple ചോദ്യം അല്ല അത്. It's not that easy. കാരണം ഇതൊക്കെ ഐഡിയാസ് ക്ലിക്ക് ചെയ്യണം. It's not that easy. ഓക്കെ, അതാണ് ആദ്യത്തെ പാരഗ്രാഫ് 14. അതാണ്. അത് കിട്ടിയാലേ ബാക്കിയുള്ള എളുപ്പം കിട്ടുമെന്ന്. സെക്കൻഡ് എന്താ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതേ ചോദ്യം തന്നെയാണ്. ദ ഇൻ റേഡിയസ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സീസ്. അതേ ചോദ്യം തന്നെ, ആ പാരഗ്രാഫ് തന്നെയാണ്. ആ പാരഗ്രാഫിൽ 2 ചോദ്യം. ആ പാരഗ്രാഫ് റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. There are 2 questions based on paragraph 1. The question given is one of them. Okay. 15. In radius of triangle ABC. അപ്പോൾ ഇൻ റേഡിയസിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. എന്താ ഇൻ റേഡിയസിന്റെ ഫോർമുല? സ്മോൾ r ഈക്വൽസ് ഡെൽറ്റ ബൈ എസ്. ഡെൽറ്റ ബൈ എസ് ഇതാണ് ഇൻ റേഡിയസിന്റെ ഫോർമുല. അപ്പോൾ r will be ഡെൽറ്റ. ഡെൽറ്റ പറഞ്ഞാൽ എത്ര കിട്ടിയത് നമുക്ക്? ഡെൽറ്റ ഈസ് 12 root 7 by 64. 12 root 7 by 64 divided by s. s പറഞ്ഞാൽ എന്താ? a plus b plus c by 2. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഈ 2 മുകളിലേക്ക് വരും. 12 into root 7 divided by 64 into 2 divided by a plus b plus c. a plus b plus c. എയുടെ വാല്യൂം ബിയുടെ വാല്യൂം സിയുടെ വാല്യൂ അറിയണം. യു മസ്റ്റ് നോ ദ വാല്യൂ ഓഫ് എ ബി ആൻഡ് സി. എ ബി ആൻഡ് സി. എ പ്ലസ് ബി പ്ലസ് സി കാണണം. ഹൗ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി? സെമി പെരിമീറ്റർ ആണ്. വാട്ട് ഈസ് എ? എ പറഞ്ഞാൽ 2 സൈൻ ആൽഫയാണ്. എ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ? എ ഈസ് 2 സൈൻ ആൽഫ. ബി ഈസ് 2 cos 2 alpha and C is 2 cos alpha. A plus B plus C is, but you can see that it is A plus B plus C is 2 sin alpha. It is 2 into sin alpha plus cos alpha plus cos 2 alpha. Sin alpha plus cos alpha plus cos 2 alpha. Sin alpha plus cos alpha plus cos 2 alpha. Sin alpha, no go. Sin alpha, cos alpha minus alpha, sin alpha 1 by 2 എന്നറിയാം. അപ്പോൾ how to find? അപ്പോൾ cos 2 alpha നമുക്ക് അറിയാം. What is cos 2 alpha?
കോസ് 2 ആൽഫ നമുക്കറിയാം. നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. സൈൻ 2 ആൽഫയുടെ വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഇസ് 3/4 അല്ലേ? സൈൻ 2 ആൽഫയുടെ വാല്യൂ 3/4 ആണ്. സൈൻ 2 ആൽഫയുടെ വാല്യൂ 3/4 ആണ്. ആൻഡ് കോസ് 2 ആൽഫയുടെ വാല്യൂ നിങ്ങൾക്കറിയാം. കോസ് 2 ആൽഫയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടു. ഇറ്റ് ഇസ് √7/4 ആണ്. ഇറ്റ് ഇസ് √7/4. പിന്നെ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ 1/2 ആണ്. കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ 1/2 ആണ്. അപ്പൊ കോസ് ആൽഫ മൈനസ് ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ഉണ്ടാക്കി കൂടെ. വാട്ട് ഇസ് കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ? കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ സ്ക്വയർ is equal to cos alpha minus sin alpha square plus 4 sin alpha cos alpha. And this is 1/4 into plus 2 into sin 2 alpha. Sin 2 alpha is 3/4. For 3 to 6 plus 1, 7/4. But this is 7/4. For cos alpha plus sin alpha, this is cos alpha plus sin alpha whole square is 7/4. But this is √7/2. But this is √12√7/64 into 2 വെട്ടിപ്പോവും 1/2 വെട്ടിപ്പോവും. ഇതൊക്കെ വെട്ടിപ്പോവുന്നതാണ്. സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ എന്താണ്? √7/2 ആണ്. പ്ലസ് കോസ് 2 ആൽഫ എന്താ? √7/4 ആണ്. അപ്പം ഇവിടെ 2 എഴുതാം, ഇവിടെ 2 എഴുതാം. 4 മുകളിലേക്ക് വരും. ആൻസർ ഇസ് 12 √7 വെട്ടിപ്പോവും. 12 √7 divided by 64 into 4 divided by 3 √7. √7 വെട്ടിപ്പോയി. 3 will go here 4 times. 4 4 16 4. But r is equal to 1/4. You get r is equal to 1/4. Therefore r is equal to 0. Decimal ആക്കി എഴുതുന്നതാണോ? 0.25. The answer is 0.25. That is question number 15, right? Okay, now we 16 നോക്കാം. Question number 16. Consider a 6x6 square figure A1, A2, etc. A49 be the point of intersection of dots in picture in some order. We say AI and AJ are friends if they are adjacent along a row or column. Assume that each point AI has equal chance of being chosen. ആദ്യം അത് മനസ്സിലാക്കാം. അതായത് ഇവിടെയൊക്കെ ഓരോ ഡോട്ട്സ് ഉണ്ട്. 1 2 3 4 5 6 7. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഡോട്ട്സ് 1 2 3 4 5 6 7. അപ്പോൾ അങ്ങനെ എത്ര ഡോട്ട്സ് ഉണ്ടാവും? 7 × 7 49 ഡോട്ട്സ് ഉണ്ടാവും. അതാണ് ഈ 49. A1 A2 എക്സെട്ര A49. ഇനി എന്താ വെച്ചാൽ ഈ ഡോട്ടിന് ഇയാൾ ഫ്രണ്ടാണ്, അടുത്തടുത്താണെങ്കിൽ മുകളിലേക്കോ ഹൊറിസോണ്ടലായാലോ വെർട്ടിക്കലായാലോ അടുത്തടുത്താണെങ്കിൽ അഡ്ജസെൻ്റ് ആണെങ്കിൽ ഫ്രണ്ട്സ് ആണ്. അപ്പം ഈ ഡോട്ടിന് ഈ ഡോട്ടിന് 2 ഫ്രണ്ടാണുള്ളത്. ഇയാളൊരു ഫ്രണ്ടാണ്, ഇയാൾ ഫ്രണ്ട് അല്ല, ഇത് അഡ്ജസെൻ്റ് അല്ല. ഇങ്ങനെയാണെങ്കിൽ ഡയഗണൽ ഫ്രണ്ട് അല്ല, ഒന്നുകിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ. അപ്പം ഇവിടെ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും? ഇതൊരു ഫ്രണ്ടാണ്, ഇതൊരു ഫ്രണ്ടാണ്, ഇതൊരു ഫ്രണ്ടാണ്, എക്സെട്ര. അപ്പം ഈ ഡോട്ട്സ് അടുത്തടുത്താണെങ്കിൽ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഐഡിയ. അപ്പം അങ്ങനെ കുറേ ഡോട്ട്സ് ഉണ്ട്. 49 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ 49 ഡോട്ട്സിൽ 2 ഡോട്ട് തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ, അതായത് ഫ്രണ്ട് ആവണമെങ്കിൽ അങ്ങനെയാണ്. AI and AJ are friends if they are adjacent either in the row or in the column. അങ്ങനെയാണ് ഡെഫിനിഷൻ. അപ്പോൾ ഈ ഡോട്ടിനും ഈ ഡോട്ടിനും തമ്മിൽ യാതൊരു ബന്ധമില്ല, അവർ ഫ്രണ്ട്സ് അല്ല കേട്ടോ. അതിനെ ആലോചിക്കാം. അടുത്തടുത്താണെങ്കിൽ മാത്രമേ ഫ്രണ്ട്സ് ഉള്ളൂ. അപ്പോൾ ഈ ഡോട്ടിന് നോക്കൂ, ഈ ഡോട്ടിന് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? 1 2 3 4. ഇതാണ്, ഇത് ഫ്രണ്ടാണ്, ഇത് ഫ്രണ്ടല്ല. ഇയാൾക്ക് ഇയാൾ ഫ്രണ്ടാണ്, ഇയാൾക്ക് ഇയാൾ ഫ്രണ്ടാണ്, ഇയാൾക്ക് ഇയാൾ ഫ്രണ്ടാണ്, ഇയാൾക്ക് ഇയാൾ ഫ്രണ്ടാണ്, ഇത് ഫ്രണ്ടല്ല. ഓക്കെ, ആൻഡ് സോ ഓൺ. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ഡോട്ടും ആയി. അങ്ങനെ 49 ഡോട്ട്സ് ഉണ്ട് കേട്ടോ. AI up to A49 49 ഡോട്ട്സ് ഉണ്ട്. Adjacent and each AI can be chosen. ഏത് ഡോട്ട് ചൂസ് ചെയ്യാനുള്ള സാധ്യതയും സെയിം ആണ്. അപ്പോൾ ഈക്വലി ലൈക്ലി ആണ്. അപ്പോൾ ആകെ 49 കേസ് ഉണ്ടാവും. ഈക്വലി ലൈക്ലി, എക്സോസ്റ്റീവ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേസ് ഉണ്ടാവും. ഇനി ചോദ്യം എന്താ? PI is a probability that the randomly chosen point has I many friends.
എന്ന് വെച്ചാൽ എന്താ P1 എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഇസ് P1? P1 means അല്ല P0 means 0 friends അല്ലേ? P1 എന്ന് പറഞ്ഞാൽ എന്താ? 1 friend. P2 പറഞ്ഞാൽ 2 friends, etc. അപ്പോൾ PI be probably the randomly chosen has I many friends. I going from 0, 1, 2, 3, 4. I going from 0, 1, 2, 3, 4. നോക്കൂ, ആകെ മാക്സിമം 4 ഫ്രണ്ട്സേ ഒരാൾക്ക് ഉണ്ടാവാൻ പറ്റുള്ളൂ. കാരണം എന്താ? നോക്കൂ, ഇവിടെയാണെങ്കിൽ ഉള്ളിലാണെങ്കിൽ കണ്ടോ ഒരാളുടെ ഇതൊരു ഫ്രണ്ടാണ്, ഇതൊരു ഫ്രണ്ടാണ്, ഇതൊരു ഫ്രണ്ടാണ്, ഇതൊരു ഫ്രണ്ടാണ്. അപ്പോൾ 4 ഫ്രണ്ട്, മാക്സിമം ഒരാൾക്ക് 4 ഫ്രണ്ടേ ഉണ്ടാവാൻ പറ്റുള്ളൂ. 0 ഫ്രണ്ട് ഉണ്ടാവാൻ പറ്റില്ല. കണ്ടോ, 0 ഫ്രണ്ട് ഉണ്ടാവാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ കണ്ടോ, ഇവിടെയാണെങ്കിൽ ഇയാളും ഇയാളും ഫ്രണ്ടാണ്, 2 ഫ്രണ്ട് ആവാം. 1 ഫ്രണ്ട് ആവാനും പറ്റില്ല. ഒരു ഫ്രണ്ട് എക്സാക്ട്ലി 1 ഫ്രണ്ട് ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ എക്സാക്ട്ലി 1 ഫ്രണ്ട് ഉണ്ടാവാൻ പറ്റില്ല, എക്സാക്ട്ലി 0 ഫ്രണ്ട് ഉണ്ടാവാൻ പറ്റില്ല, എക്സാക്ട്ലി 1 ഫ്രണ്ട് ഉണ്ടാവാനും പറ്റില്ല. അപ്പോൾ എക്സാക്ട്ലി 2 ഫ്രണ്ട്സ് ഉണ്ടാവാൻ പറ്റും, എക്സാക്ട്ലി 3 ഫ്രണ്ട്സ് ഉണ്ടാവാൻ പറ്റും, എക്സാക്ട്ലി 4 ഫ്രണ്ട്സും ഉണ്ടാവാൻ പറ്റും. മാക്സിമം 4 ഫ്രണ്ട്സ് ഉണ്ടാവാൻ പറ്റുള്ളൂ. P of x equals I equals Pi. What is the value of expectation of x into 7? അപ്പോൾ expectation of x ആണ് കണ്ടത്. What is expectation of x formula? എന്താ expectation of x ന്റെ formula? Expectation of x ന്റെ formula ഇതാണ്. Ex is equal to sigma xi pi. I going from 1 to n. ഇവിടെ 1 to 4. xi pi. അപ്പോൾ നമുക്ക് P of x എടുക്കാം. എന്താണ് അതിൻ്റെ റാൻഡം വേരിയബിൾ എടുക്കാം. ക്യാപിറ്റൽ x എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ എക്സ് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. Now what is P of x? അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടി 0 ആവില്ല. കാരണം ഒരാൾക്ക് 0 ഫ്രണ്ട്സ് ഉണ്ടാവാൻ പറ്റില്ല. എക്സാക്ട്ലി 0 ഫ്രണ്ട്സ് ഉണ്ടാവാൻ പറ്റില്ല. കാരണം എന്തായാലും അടുത്ത ആളുണ്ടാവും. അപ്പോൾ ഇത് 0 തന്നെയാണ്. ഒരു ഫ്രണ്ടും ഉണ്ടാവാൻ പറ്റില്ല. 2 ഫ്രണ്ട്സ് ഉണ്ടാവാം. കാരണം ഇവിടെയാണ് പോയിന്റ് എങ്കിൽ കണ്ടോ, ഇത് ഫ്രണ്ടാണ്. അപ്പോൾ കോർണർ പോയിന്റ്സ് വിൽ ഹാവ് എക്സാക്ട്ലി 2 ഫ്രണ്ട്സ്. അപ്പോൾ ഈ പോയിന്റിന് ഇത് 2 ഫ്രണ്ട്സ് ആണ്, ഈ പോയിന്റിന് ഇത് 2 ഫ്രണ്ട്സ് ആണ്, ഈ പോയിന്റിന് ഇത് 2 ഫ്രണ്ട്സ് ആണ്, ഈ പോയിന്റിന് ഇത് 2 ഫ്രണ്ട്സ് ആണ്. അപ്പോൾ there will be 4 points out of 49 points. 4 by 49. അപ്പോൾ P of x equals to 4 by 49. 3 ഫ്രണ്ട്സ്. 3 ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടാവുക? നോക്കൂ, ഈ ബൗണ്ടറി ഇങ്ങനെ ബൗണ്ടറി ലൈനിലുള്ള പോയിന്റ്സ് 3 ഫ്രണ്ട്സ് ഉണ്ടാവുക. കണ്ടോ, ഇവിടെയാണെങ്കിൽ നോക്കൂ, ഇതൊരു ഫ്രണ്ടാണ്, ഇതൊരു ഫ്രണ്ടാണ്, ഇതൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഇത് ഇയാൾക്ക് 3 ഫ്രണ്ട് ഉണ്ടാവും, ഇയാൾക്ക് 3 ഫ്രണ്ട് ഉണ്ടാവും. അപ്പോൾ ഇയാൾക്കൊരു ഫ്രണ്ട് ഉണ്ടാവും, 3 ഫ്രണ്ട് ഉണ്ടാവും, ഇയാൾക്ക് 3 ഫ്രണ്ട് ഉണ്ടാവും, ഇയാൾക്ക് 3 ഫ്രണ്ട് ഉണ്ടാവും, ഇയാൾക്ക് 3 ഫ്രണ്ട് ഉണ്ടാവും, ഇയാൾക്ക് 3 ഫ്രണ്ട് ഉണ്ടാവും. അങ്ങനെ ഈ ബൗണ്ടറി ലൈനിലുള്ള 1, 2, 3, 4, 5 ഇവിടെ 5 ഉണ്ടാവും, ഇവിടെ 5 ഉണ്ടാവും, ഇവിടെ 5 ഉണ്ടാവും. ഈ വരമ്പത്തുള്ള പോയിന്റ്സിലുള്ള ഈ ആദ്യത്തെ അവസാനത്തെയും ഒഴിച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സിനും എക്സാക്ട്ലി 3 ഫ്രണ്ട്സ് ഉണ്ടാവും. കേട്ടോ, ഇതിന് ഇയാളും ഫ്രണ്ടാണ്, ഇതിന് ഇയാളും ഫ്രണ്ടാണ്. അപ്പം ഈ പോയിന്റിനും ഈ പോയിന്റിനും ഈ പോയിന്റിനും ഈ പോയിന്റിനും ഈ പോയിന്റിനും എക്സാക്ട്ലി 3 ഫ്രണ്ട്സ് ഉണ്ടാവും. അതേപോലെ ഇതിനും 5 ഫ്രണ്ട്സ് ഉണ്ടാവും, 3 ഫ്രണ്ട്സ് ഉണ്ടാവും. ഇതിനും 5 ഫ്രണ്ട്സ് ഉണ്ടാവും. ഇതിനും 5 ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ആകെ എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും? 5ഉം 5ഉം 10ഉം 5ഉം 15ഉം 5ഉം 20 ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ 20 ആൾക്കാരെ ഉണ്ടാവും എക്സാക്ട്ലി 3 ഫ്രണ്ട്സ് ഉള്ളത്. കാരണം 1, 2, 3, 4, 5 ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5. അപ്പോൾ 5ഉം 5ഉം 10ഉം 5ഉം 15ഉം 5ഉം 20, 4 ബൗണ്ടറി ലൈൻസ് ആണ്. 20/49. അപ്പം റാൻഡം വേരിയബിൾ ആവാൻ പിന്നെ ഉള്ളിലത്തെ പോയിന്റ്സിനാണ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളിലത്തെ പോയിന്റ്സ് കൗണ്ട് ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്താ, എല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പോൾ എന്താ 24, 49 24 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 25/49 അത്രയേ ഉള്ളൂ. സിമ്പിൾ. അപ്പോൾ വാട്ട് ഈസ് expectation of x? Expectation of x equals sigma xi pi. Multiply. But 0 plus 0, 0 into 1 plus 1 into 0, 0 and it is 49 LCM. 49 LCM. Value will be 4 2 is 8 plus 3 2 6 plus 100. അപ്പോൾ എന്താ ആൻസർ വരിക? 168 അല്ലേ? 168/49.
അപ്പോൾ 168 by 49 ആണ് expectation of x. അപ്പോൾ what is 7 into expectation of x? Therefore 7 into expectation of x is equal to 168 by 149 into 7. 7 will go here. 49, 149, 49. 7 will go here 7 times. 7 ഇതിൽ എത്ര പോകും? 7 is 14 carry 1. അല്ല 14 2 24. The answer is 24. 24 is the answer. The answer is 24. 24 is the answer. അല്ലേ? Right. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ചോദ്യം തന്നെ പാരഗ്രാഫാണ്. അതേ ചോദ്യം തന്നെ. എന്താ ചോദ്യം? Two distinct points are chosen randomly out of this. Let P be the probability that they are friends. What is the value of P? P എന്താണെന്ന് ചോദിച്ചുള്ളൂ. Two distinct points are chosen. അപ്പോൾ തീർച്ചയായിട്ടും ആകെ മൊത്തം എല്ലാം ഈക്വലി ലൈക്ലി ആയതുകൊണ്ട് മൊത്തം എത്ര പോയിന്റ്സ് ഉണ്ട്? മൊത്തം 49 പോയിന്റ്സ് ആയതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 49 C2. There are 49 points. You are choosing 2 points. It can be done in 49 C2 ways. അതിൽ നിന്ന് എന്താ ചോദ്യം? What is the chance that they are friends? They are friends. അപ്പോൾ ഫ്രണ്ട് ആവണമെങ്കിൽ എന്താ വേണ്ടത്? ഫ്രണ്ട് ആവണമെങ്കിൽ ദാ ഇവർ രണ്ടുപേരും ആയ ഫ്രണ്ടായി. ദാ 1. പിന്നെ ഇത് 1. ഇത് രണ്ടും ഫ്രണ്ടായി അല്ലേ? അഡ്ജസ്റ്റൻ്റ് ആവണമല്ലോ. പിന്നെ 3 4 5 6. അപ്പം 6 കേസ് ആയില്ലേ? ഇതേപോലെ ഇതിലും ആവാം, ഇതിലും ആവാം, ഇതിലും ആവാം, ഇതിലും ആവാം, ഇതിലും ആവാം, ഇതിലും ആവാം. അപ്പം 1 2 3 4 5 6 7. But this is 1 2 3 4 5 6. But 6 into 7 cases. Like 1 2 3 4 5 6 7. But 6 into 7 cases. അത് റോയിലുള്ള ആൾക്കാരെ അടുത്താവുമ്പോൾ ഇതേപോലെ കോളത്തിലുള്ള ആൾക്കാരെ അടുത്താവാൽ into 2. But this is the answer. 6 into 7 into 2 divided by അതാണ് P. ഇതാണ് P. അപ്പോൾ പിയുടെ വാല്യൂ എന്താ? P is equal to 6 into 7 into 2 divided by 49 into 48 divided by 1 into 2. So what is 7P into 7? അതാണ് ആൻസർ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക 7 7s 49. The 7 and 7 will go off. 6 8s are 48. 2 will go here 2 times. It is 1 by 2. It's equal to 0.50. My answer is 0.50. Is the answer. This also is simple question. This is simple. Provided if you know the concept. Our concept is simple. With that, we'll come to end of JEE Advanced Paper 2. Wish you all the best. Thank you.